അമ്പലത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? തൊഴാൻ എത്തുന്ന ഭക്തർ ശ്രീകോവിലിന് നേരെ നടയിൽ നിന്ന് തൊഴുതാൽ പണ്ട് മുതൽക്കേ അറിവുള്ളവർ ശാസിക്കാറുണ്ട്. മിക്ക അമ്പലങ്ങളിലും ഇത് ഒഴിവാക്കാനായി വേലി കെട്ടിയിരിക്കുകയാണ് പതിവ്. നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങി ഏതാണ്ട് 30 ഡിഗ്രി ചരിഞ്ഞു നിന്ന് വേണം തൊഴുവാനായിട്ട്. ബിംബത്തിൽ കുടികൊള്ളുന്ന കാന്തിക രശ്മി അഥവാ ദൈവചൈതന്യം സർപ്പ ആകൃതിയിലാണ് എത്തിച്ചേരുന്നത്. ഈ സമയത്ത് കൈകാലുകൾ ചേർത്ത് ഇരു കൈകളും താമര മൊട്ടുപോലെ കൂപ്പി കണ്ണടച്ചു വേണം ധ്യാനിക്കുവാനായിട്ട്. ഇങ്ങനെ ആണ് വിധി. അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജം അതിശക്തിയായി ശരീരമാസകലം വ്യാപിക്കും. ഇത്തരത്തിൽ പ്രാണോർജം വ്യാപിക്കുന്ന വഴി ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിശക്തി ചെറുവിരലുകൾ വഴിയും, ജലശക്തി മോതിരവിരൽ വഴിയും, അഗ്നിശക്തി നടുവിരൽ വഴിയും, വായുശക്തി ചൂണ്ടുവിരൽ വഴിയും, ആകാശശക്തി പെരുവിരൽ വഴിയും സൃഷ്ടിക്കപ്പെടുന്നു. പ്രതിശക്തി ശരീരബലം നൽകുമ്പോൾ ജലശക്തിയാകട്ടെ പ്രാണവികാര ഫലമാണ് തരുന്നത്. അഗ്നിശക്തി മനോബുദ്ധിഫലം നൽകുമ്പോൾ വായുശക്തിയാകട്ടെ ബോധബലം നൽകുന്നു. ആത്മബലം നൽകുവാനായി ആകാശശക്തി ഉപകരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നടയ്ക്കു നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നത്.